നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 4 ചൊവ്വാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സ്കാമർമാർക്കെതിരെ പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ മുന്നറിയിപ്പ്. ഓസ്ട്രേലിയൻ സിഗ്നൽസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ളവരാണെന്ന് അവകാശപ്പെടുന്ന ഇമെയിലുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയും ആൾമാറാട്ടം നടത്തുകയാണ് തട്ടിപ്പുകാർ. ഓസ്ട്രേലിയൻ സൈബർ സെക്യൂരിറ്റി സെന്ററിന്റെ ലോഗോയും സിഗ്നേച്ചർ ബ്ലോക്കുകളും ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ ഫോൺ കോളുകളും ഇമെയിലുകളും ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പാസ്വേഡുകളോ ബാങ്ക് വിശദാംശങ്ങളോ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ കൈമാറുവാനും സ്കാമർമാർ ആളുകളോട് ആവശ്യപ്പെടുമെന്ന് ASD മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായി തുടർച്ചയായ സ്കാം കോളുകളും മെസ്സേജുകളും പതിവാകുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ ഗിഫ്റ്റ് കാർഡുകളോ ക്രിപ്റ്റോകറൻസിയോ വാങ്ങാൻ ചില ഇമെയിലുകൾ ഉപയോക്താക്കളെ കബളിപ്പിക്കുന്നുമുണ്ട്. പാസ്വേഡുകളും സുരക്ഷാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പോലുള്ള വ്യക്തിഗത വിശദാംശങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടില്ലെന്നും ആന്റിവൈറസ് സോഫ്റ്റ്വെയറിലേക്കുള്ള ലിങ്ക് ഉപയോഗിച്ച് ഇമെയിലുകൾ അയക്കില്ലെന്നും ASD പറഞ്ഞു. ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സൗജന്യ ശിശുപരിപാലന നയത്തിലെ മാറ്റങ്ങൾ വേഗത്തിലാക്കുവാൻ ലേബർ പാർട്ടി. തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ശിശുപരിപാലനത്തിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മിക്ക ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്കും 3 ദിവസത്തെ സബ്സിഡിയിലുള്ള ശിശുപരിപാലനം ഉൾപ്പെടുന്ന ശിശുപരിപാലന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആൽബനി സർക്കാരിന്റെ ശുപാർശ പാർലമെന്റിന്റെ ആദ്യ സിറ്റിംഗിൽ തന്നെ നടപ്പിലാക്കാനാണ് തീരുമാനം. $426 ദശലക്ഷം പദ്ധതി $5 ലക്ഷത്തോളം വരെ മൊത്തം കുടുംബ വരുമാനം നേടുന്ന എല്ലാ കുടുംബങ്ങൾക്കും 3 ദിവസത്തെ സബ്സിഡിയിലുള്ള ശിശുപരിപാലനം ഉറപ്പാക്കും. സർക്കാർ സബ്സിഡികൾക്ക് യോഗ്യത നേടുന്നതിന് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നുവെന്ന് തെളിയിക്കാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ടെസ്റ്റ് പദ്ധതിയുടെ ഭാഗമാണ്. ഓരോ കുട്ടിക്കും ജീവിതത്തിൽ മികച്ച തുടക്കം ലഭിക്കുന്നുവെന്നും സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നുവെന്നും പദ്ധതി വഴി ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ജോൺസൺ ക്ലെയർ പറഞ്ഞു. രാജ്യത്ത് കുടിയേറ്റക്കാരുടെ മുങ്ങിമരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സിഖ് സമുദായം നീന്തൽ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. സിഖ് സമുദായ നേതാക്കൾ ലൈഫ് സേവിംഗ് വിക്ടോറിയ, അലൈൻ ഷെയർ എന്നിവയുമായി ചേർന്നാണ് നീന്തൽ പരിശീലനം കുടിയേറ്റക്കാരായി ഒരുക്കുന്നത്. കുടിയേറ്റക്കാരിൽ പലർക്കും നീന്തൽ പരിചയമില്ലാത്തതിനാൽ കടലിലും പുഴകളിലുമായി അപകട മരണങ്ങൾ കൂടുതലാണെന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഫിലിപ്പ് ഐലൻഡിലെ ഫോറസ്റ്റ് കേഴ്സ് ബീച്ചിൽ ഉണ്ടായ അപകടത്തിൽ ഇന്ത്യൻ വംശജരായ 4 അംഗങ്ങൾ മരിച്ചിരുന്നു. 2 പതിറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. അതിനാൽ വെള്ളത്തിൽ നീന്തുവാനും വെള്ളം ആസ്വദിക്കുവാനും സഹായിക്കുന്ന 10 ആഴ്ചത്തെ പ്രോഗ്രാമിനാണ് സിഖ് സമുദായം തുടക്കം കുറിച്ചിരിക്കുന്നത്. സേഫ്ലി എൻഗേജിംഗ് വിത്ത് വാട്ടർ എന്ന പരിപാടി സിഖ് ടെമ്പിൾ ഓഫീസർ ഗുരുനാനാക്ക് ദർബാറിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി ഓസ്ട്രേലിയൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വംശീയമായും അക്കാഡമിക് പ്രാവീണ്യവുമായി ബന്ധപ്പെട്ട പക്ഷപാതവും ഉൾപ്പെടെ നിരവധി നെഗറ്റീവ് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതായി ഓസ്ട്രേലിയ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തി. കമ്മീഷൻ ഇപ്പോൾ രാജ്യത്തെ സർവകലാശാലകളിലെ വംശീയതയുടെ വ്യാപനവും അതിന്റെ പാർശ്വഫലങ്ങളും വിശകലനം ചെയ്യുന്ന അവസാന റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ സർവകലാശാലകളുടെയും ആഗോള വിദ്യാർത്ഥി സമൂഹത്തിന്റെയും നിലപാടുകൾ, വംശീയതയുടെ ദോഷഫലങ്ങൾ, ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ശുപാർശകൾ എന്നിവ ഉൾപ്പെടും. 2024 കണക്കനുസരിച്ച് രാജ്യത്താകെ 7,17,500 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ചൈന, ഇന്ത്യ, നേപ്പാൾ, മലേഷ്യ, വിയറ്റ്നാം, സിംഗപ്പൂർ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഭൂരിപക്ഷവും. ക്വീൻസ്ലാൻഡിലെ ബ്രിഡ്ബി ഐലൻഡിലെ പ്രശസ്തമായ ബീച്ചിലുണ്ടായ സ്രാവാക്രമണത്തിൽ 17 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ബ്രിസ്ബെയിനിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ വടക്കുള്ള വൂറിം ബീച്ചിൽ വൈകുന്നേരം 4:45 അപകടം നടന്നത്. കടൽ തീരത്ത് നിന്ന് 100 മീറ്റർ അകലെയായി പെൺകുട്ടിയുടെ കയ്യിലാണ് ആദ്യം കടിയേറ്റത്. പാരാമെഡിക്കലുകൾ ശ്രമിച്ചിട്ടും പെൺകുട്ടിയെ രക്ഷിക്കുവാനായില്ല.
ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകളാണ് പെൺകുട്ടിയുടെ മരണകാരണമായതെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ആക്രമണ സമയത്ത് ബീച്ചിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ ഷാവിന്റെ കടിയേറ്റ് യുവാവ് മരണപ്പെട്ടിരുന്നു. ടാസ്മാനിയയിലെ ലോൺസെസ്റ്റൺ ജനറൽ ആശുപത്രിക്കുള്ളിൽ എയർ കണ്ടീഷൻ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂണിയൻ അംഗങ്ങൾ ആശുപത്രിക്ക് പുറത്ത് റാലി നടത്തി. ആശുപത്രിയുടെ ചില വാർഡുകളിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചില വാർഡുകളിൽ ചൂട് രൂക്ഷമാകുന്നതോടെ രോഗികളുടെയും ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുവെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എയർ കണ്ടീഷൻ സംവിധാനം സ്ഥിരമായി സ്ഥാപിക്കുവാനുള്ള ശ്രമം ആശുപത്രി ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്നുണ്ടെന്നും അതിനായി ചില വാർഡുകൾ താൽക്കാലികമായി അടയ്ക്കേണ്ടി വരുമെന്നും ആശുപത്രി സിഇഒ അറിയിച്ചു. 2018 മുതൽ തന്നെ ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോഴും പ്രശ്നം തുടരുകയാണ്. വടക്കൻ ക്വീൻസ്ലാൻഡിൽ പ്രളയം. ആയിരക്കണക്കിന് നിവാസികൾ അതീവ ജാഗ്രതയിൽ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇൻകാമിലും ടൗൺസ്വില്ലിലും 1200 മില്ലിമീറ്ററിലധികം മഴ പെയ്തു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണതിന് പിന്നാലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. മഴ കനത്തതോടെ റോഡുകളും വീടുകളിലും വെള്ളം കയറി. സ്കൂളുകൾ അടച്ചിട്ടു. 400-ലധികം പേർ നിലവിൽ പ്രദേശത്തുടനീളമുള്ള 6 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. കാലാവസ്ഥാ നിർദ്ദേശത്തെ തുടർന്ന് 1000-ഓളം പേർ പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞുപോയിട്ടുണ്ട്. അടിയന്തര സേവനങ്ങളിലെ സഹായത്തിനായി ഒറ്റ രാത്രി കൊണ്ട് 450 ഫോൺ കോളുകളാണ് എമർജൻസി വിഭാഗത്തിനെ തേടിയെത്തിയത്. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയ 11ഓളം പേരെ അടിയന്തരമായി രക്ഷപ്പെടുത്തുവാനും സാധിച്ചു. സൂപ്പർമാർക്കറ്റുകൾ അടച്ച സാഹചര്യത്തിൽ ആളുകൾ പരിഭ്രാന്തരാകരുതെന്നും 6 ആഴ്ച തുടരാനുള്ള ഭക്ഷണ സാധനങ്ങൾ വെയർഹൌസുകളിൽ സുരക്ഷിതമാണെന്നും അധികൃതർ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി. വിക്ടോറിയയിൽ കടുത്ത ചൂട് തുടരുന്നതിനിടെ മിന്നലേറ്റ് തീപിടുത്തങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നിരവധി വീടുകൾ നശിച്ചു. ഡാനിയൽസ് മലയോര മേഖലയിലും ലിറ്റിൽ ഡെസേർട്ട് നാഷണൽ പാർക്കിലും വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായി. ജീലോങ് ഉൾപ്പെടെ ചിലയിടങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. ശക്തമായ കാറ്റിനെ തുടർന്ന് 12,000-ലധികം വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വൈദ്യുതി മുടങ്ങി. മെൽബണിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസും അഡ്ലൈഡിൽ 41.2 ഡിഗ്രി സെൽഷ്യസും വരെ ഉയർന്നു. കടുത്ത ചൂടും പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കാറ്റിനോടൊപ്പമുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്നും ഫെബ്രുവരി ആദ്യവാരം ഇത്തരം സാഹചര്യങ്ങൾ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതിനാൽ തീപിടുത്തങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.